സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, അതായത് IT മേഖലയിലുള്ള ഒരു കമ്പനിയാണ്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന കമ്പനിയാണ്. അപ്പോൾ അവിടെ നിർബന്ധിത മതപരിവർത്തനം, നിർബന്ധിതമായിട്ട് ബീഫ് കഴിപ്പിക്കൽ, പിന്നെ ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കൽ, അങ്ങനെ കുറെ ആരോപണങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ കേൾക്കുമ്പം തന്നെ അറിയാം ഇത് ചുമ്മാ വെറുതെങ്കിലും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുകയാണ്. പിന്നെ നേരത്തെ ഈ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഒരു ചെറ്റ കേരളത്തിലുണ്ട്. അവന്റെ ജോലി എന്ന് പറയുന്നത് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുക, ഹിന്ദു മതത്തെയും പിന്നെ BJP സംഘപരിവാർ ശക്തികളുടെയും അവരുടെ ജിഹ്വയായിട്ട്, അവരുടെ മയക്കായിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്. വിവരമില്ലായ്മ പറയുന്നതിന് ഒരു അന്തസ്സുണ്ട്. വിവരമില്ലായ്മ പറയുന്നത്, അന്തസ്സില്ലാത്തവന്മാരാണ് വിവരമില്ലായ്മ പറയുന്നത്. അതായത് അഭിമാനമുള്ള അന്തസ്സുള്ള ആരെങ്കിലും തുടർച്ചയായിട്ട്, അതായത് 2022 മുതൽ 26 വരെ 4 വർഷക്കാലം ലൈംഗികമായി പീഡിപ്പിച്ചു വന്നു, നിർബന്ധിത പരിവർത്തനം, മതപരിവർത്തനം ചെയ്യുന്നു, നിർബന്ധിതമായിട്ട് ബീഫ് കഴിപ്പിക്കുന്നു. എന്താ ഇത്? ഇതെന്താ? എവിടത്തെ, ഏത് രാജ്യത്താണ് ഇത്? ലോകത്തെവിടെയെങ്കിലും നടക്കുന്ന സംഭവമാണ്? ഒന്ന്, ഇസ്ലാമിൽ എവിടെയും നിർബന്ധിത പരിവർത്തനമില്ല. അങ്ങനെ ചെയ്താൽ അവൻ കുറ്റക്കാരനാണ്. ഒരു മുസ്ലിം അന്യജാതിയിൽപ്പെട്ട ഒരാളെ നിർബന്ധിതമായിട്ട്, അങ്ങനെ പാടില്ലല്ലോ. എങ്ങനെ ഒരാള്, ഞാൻ ഇപ്പൊ എന്നെ ഒരാൾ വന്നിട്ട്, ഹിന്ദുവോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി വന്നിട്ട് നിർബന്ധിതമായിട്ട് എന്നെ പരിവർത്തനം ചെയ്യിച്ചാന്ന് വെച്ചാൽ ഞാൻ നടക്കുമോ? അത് നടക്കൂല. എനിക്ക് ആശയങ്ങളോട് ആഗ്രഹമോ അതിനോട് പ്രതിപത്തിയോ ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പഠിക്കും. പഠിച്ച് മാത്രമേ ഞാൻ പോവുള്ളൂ. അപ്പൊ എല്ലാ മനുഷ്യർക്കും അവനവൻ്റെതായ വ്യക്തിത്വമുണ്ട്. ഇത് സ്ത്രീകളെ അവരുടെ വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യണം, അവരെ അപമാനിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീ പരാതി കൊടുത്തു, ഇനി ബാക്കിയുള്ള സ്ത്രീകൾ പരാതി കൊടുക്കും. 7ഓളം സ്ത്രീകളെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലും നാസിക്കിലാണ്. അപ്പൊ എന്നാണ് പറയുന്നത്? പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുക്കാൻ എന്തെങ്കിലും വേണോ? BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം BJP സംഘപരിവാറുകാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു കേസെടുക്കാൻ വലിയ കാര്യം? നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അജിത് പവാർ എന്ന് പറയുന്ന NCPയുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു. അതായത് ശരത് പവാർ കഴിഞ്ഞ അടുത്ത സ്ഥാനം അജിത് പവാറിനായിരുന്നു. അജിത് പവാറിന്റെ പേരിൽ 7000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാം ശരിയാക്കിയപ്പോഴത്തേക്കാണ് BJP ഒരു സർക്കാർ ഉണ്ടാക്കി ഈ അജിത് പവാറും കൂടെ ചേർന്ന് അതിൽ ഭരണ പങ്കാളിത്തം വഹിച്ചത്.